നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ പാർവതി? കിട്ടും അമ്മേ, ഉറപ്പായും കിട്ടും. പോലീസിന്റെ കള്ളത്തരങ്ങളൊക്കെ കോടതിക്ക് മനസ്സിലാവും. ജാമ്യം കിട്ടി പുറത്തു വന്നാ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ അമ്മയ്ക്ക്? മുടങ്ങിപ്പോയ കല്യാണം ഞാനങ്ങ് നടത്തും. ആരെതിർത്താലും ശരി, ഞാനത് നടത്തിയിരിക്കും. എന്നെ ഉദ്ദേശിച്ചാണ് അമ്മ പറഞ്ഞേ? നിന്നെ തന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നീ എന്താ കരുതിയേ? കല്യാണം നടത്താൻ ഞാൻ വിചാരിച്ചാ പറ്റില്ലേ? പറ്റില്ല അമ്മ. അമ്മയെന്നല്ല, ആര് വിചാരിച്ചാലും ഈ കല്യാണം നടത്താൻ പറ്റില്ല. പറ്റും, നിത്യ വിചാരിക്കണം. പക്ഷെ അവളൊട്ട് വിചാരിക്കത്തുമില്ല. അത് നീയാണോ ഓടി തീരുമാനിക്കുന്നേ? ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. നിത്യക്ക് ബുദ്ധിയും ബോധവും ഉണ്ട്. അതുകൊണ്ട് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവും ഉണ്ട്. നീ ആ പറയുന്നത് ശരിയല്ല ദേവികെ. സുധിയുടെ അനിയത്തിയല്ലേ അവള്? അവളുടെ കല്യാണം നടക്കുന്നത് തന്നെയല്ലേ നല്ലത്. കല്യാണം നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മുത്തശ്ശി. അവനുമായിട്ട് വേണ്ട, അങ്ങനെയല്ലേ പറഞ്ഞുള്ളൂ. നിത്യക്ക് കൊള്ളാവുന്ന എത്രയോ ചെറുക്കന്മാരെ കിട്ടും. ഞാൻ കൊണ്ടുതരാം മിടുക്കന്മാരായ ചെറുക്കന്മാരെ. നീ കൊണ്ടുവരുന്ന ആലോചനകളൊന്നും അവൾക്ക് വേണ്ടെങ്കിലോ? ഇതിനേക്കാളും ഭേദമായിരിക്കും. നീ കൂടുതലൊന്നും പറയണ്ട. ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നു അമ്മേ. വാശിയാണോ? എനിക്ക് വാശിയൊന്നുമില്ല. പക്ഷെ ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് നോക്കാം ആര് പറയുന്നതാ നടക്കാൻ പോകുന്നേന്ന്. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. എങ്കിൽ ഞാൻ അമ്മയ്ക്കൊരു ഷേക്ക് ഹാൻഡ് തരും. മുത്തശ്ശിക്കും. നിത്യ സമ്മതിക്കണം, അതാ പ്രധാനം. അവള് സമ്മതിക്കും അമ്മേ. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയും.